എല്ലാവർക്കും ഡിഎസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മാമ്പഴ പ്രഥമന്റെ റെസിപ്പി ആയിട്ടാണ്. അത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. എന്ന റെസിപ്പിയിലേക്ക് പോകാം. മാമ്പഴ പ്രഥമൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. നല്ലതുപോലെ പഴുത്ത മാങ്ങയാണിത്. പുളിയില്ലാത്ത മാങ്ങയാണ് വേണ്ടത്. മധുരമുള്ള മാങ്ങയാണ് നമ്മൾ പ്രഥമൻ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കേണ്ടത്. അപ്പം ഇത് തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായി മുറിച്ചെടുത്തിട്ട് വരാം. അപ്പം ഞാനിത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ജാറിലേക്കിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ മാങ്ങയെല്ലാം നല്ലതുപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാൻ ഗ്യാസിൽ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് നമ്മൾ ഈ മാങ്ങാക്കൂട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് ഇനി നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കണം. ആ വെള്ളമെല്ലാം ഒന്ന് വറ്റി വരണം. അപ്പോൾ ഇതൊന്ന് കുറുക്കിയെടുക്കാം. മാങ്ങയെല്ലാം നല്ലതുപോലെ കുറുകി വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള വെല്ലമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് വെല്ലം ഉരുക്കി അരിച്ചെടുത്തതാണ്. നമുക്ക് ആവശ്യമുള്ളത്ര മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത് രണ്ടും കൂടി ഒന്ന് ഇളക്കി നല്ലതുപോലെ ഒന്ന് സെറ്റാക്കി എടുക്കണം. ഇത് നല്ലതുപോലെ സെറ്റാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ 2ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതും കൂടി ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടി ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. ഇതൊന്ന് എല്ലാം കൂടി ഒന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഒരു 1/2 കപ്പോളം 1ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് കട്ടിപ്പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കാം. ഇതുകൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ തിളച്ചതിന് ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ ഒന്ന് തിളച്ചതിന് ശേഷം നമ്മളിതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ചുക്ക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 4 ഏലക്കായ പൊടിയാക്കി വെച്ചതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഇത് ഏലക്കായ ഇടണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ മാങ്ങേൻ്റെ ഫ്ലേവർ തന്നെ ഇതിൽ നല്ലോണം ഉണ്ടാവും. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നെയ്യിൽ തേങ്ങാക്കൊത്താണ് വറുത്തിട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. പക്ഷേ ഇതിടുന്നതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം ഇതും കൂടി ഇട്ട് കൊടുത്താൽ നമ്മൾ രുചികരമായ മാമ്പഴ പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾ സദ്യക്കെല്ലാം സ്പെഷ്യലായിട്ട് ഇത് ഉണ്ടാക്കി നോക്കണം. എന്നാൽ അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.